പഠിപ്പിച്ച അതേ വേദഭാഗം തന്നെയാണ്. ആമേൻ. അതിനോടുള്ളതായ ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കുവാനായിട്ട് തന്നെയാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. സകലവിധ ദോഷവും വിട്ടകലുവീൻ. ആമേൻ. അതോടൊപ്പം നമുക്ക് ഇന്ന് പൽക്കാലം മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. Ephesians chapter 5 verse 6 to 9. Amen. Praise the Lord. Let no one deceive you with empty words, for because of such things God's wrath comes on those who are disobedient. Therefore do not be partners with them, for you were once darkness, but now you're in the light in the Lord. Amen. Benito, can you display that the first slide? So I have written there in the New Living Translation, Ephesians 5 verse 6 to 9. അതെനിക്ക് നിങ്ങൾക്ക് വായിക്കാമല്ലോ അല്ലേ? അവിടെ പറയുന്നത്, don't be fooled by those who try to excuse these sins, for the anger of God will fall on all who disobey him. Don't participate in the things these people do. For once you were full of darkness, but now you have light from the Lord. So live as people of light. For this light within you produces only what is good and right and true. Praise the Lord. Hallelujah. So don't be fooled. അടുത്ത പറയുന്നത്, don't be participate in the things the people do. I mean, ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പസമയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. നമ്മൾ ചിന്തിച്ചതായ കാര്യം എന്താണ്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹാളോവിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. Last week we were thinking about the subject of Halloween. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നമ്മുടെ ഈ പറയപ്പെടുന്നതായ സംഗതി നടന്നത്. And it was on Friday that this happened. Amen. Praise the Lord. ഞങ്ങൾ സാധാരണ ഡോറിനകത്ത് ഒരു നോട്ട് എഴുതി വയ്ക്കും, സോറി there's no trick or treat എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. So we have this habit of putting a note on our door which says, sorry, no trick or treat. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അത് ഞാൻ മനസ്സിൽ ചിന്തിച്ച, പക്ഷേ എഴുതി വയ്ക്കാൻ കഴിഞ്ഞില്ല, ഒട്ടിച്ച് വയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. So this time, even though I thought about it, I was not able to put it on the door. സാധാരണ വന്ന് നോക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഈ നോട്ടില്ലാത്തതുകൊണ്ട് ഒരാൾ വന്ന് ഒരു ഗ്രൂപ്പ് വന്ന് നോക്ക് ചെയ്തു. So normally when they see this, they don't knock, but this time a group knocked it. ആമേൻ. പക്ഷെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അതിന് അവരെ എൻ്റർടൈൻ ചെയ്യാൻ പോയില്ല, ഞങ്ങൾ ഡോറും തുറന്നില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല. So we did not open the door, nor did we entertain them, and I do not know how you entertain them. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്തായിരിക്കണം എന്നുള്ളതാണ്. But the subject is, how should our response be? How should we think about it? കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ തക്കവണ്ണമിടയായി. ഇതിൻ്റെതായ ഒറിജിൻ എങ്ങനെയായിരുന്നു, ഇതിൻ്റെതായ ഉത്ഭവം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമിടയായല്ലോ. The last week we spoke about its origin and what it means. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയ ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതായ കാര്യം കൂടെ നമ്മൾ ഓർക്കുവാൻ തക്കവണ്ണമിടയായി. We also thought about what it represents. ഇന്ന് പൽക്കാലം അല്പസമയം നിങ്ങളോട് അതിനോടുള്ള ബന്ധത്തിൽ തന്നെ എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കാര്യം, അതിൻ്റെതായ തേർഡ് പോയിന്റിലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണമായി ആഗ്രഹിക്കുന്നത്. പ്ലീസ് കം ടു ദ തേർഡ് പോയിന്റ്. The word of God clearly condemns such practices എന്നുള്ള ദൈവവചനം അത്തരം പ്രവൃത്തികളെ വ്യക്തിപരമായി അപലപിക്കുന്നു എന്നുള്ളതായ വിഷയമാണ് നിങ്ങളോട് ഇന്ന് പൽക്കാലം ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. And the third point we'll talk about is how the word of God condemns
such practices. ആമേൻ. ഈ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയപ്പെടുന്നതായ ഹാലോവീൻ എന്ന് പറയപ്പെടുന്നതായ ഹല്ലേലൂയ ആ സംഗതികളെ, അങ്ങനെയുള്ളതായ സംഗതികളെ ദൈവവചനം വളരെ അതായത് ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അതിന് എതിരായി, അങ്ങനെയുള്ളതായി പ്രാക്ടീസിനെതിരായിട്ട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു എന്നുള്ള കാര്യം ഹാലോവീൻ എന്നുള്ളതായി വാക്ക് ബൈബിളിൽ കാണുകയില്ലായിരിക്കാം. എന്നാൽ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം പറയുന്നു. Though the word Halloween is not mentioned in the Bible, you will see that the word clearly speaks against it. ആമേൻ. അതായത് നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ഇത് എപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അന്ധകാരത്തെയും അന്ധകാരത്തിന് പുറത്ത് അതിന് പുറകിൽ പ്രവർത്തിക്കുന്നതായ സാത്താനെയും സാത്താൻ്റെതായ ശക്തികളെയും ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ സെലിബ്രേഷൻ എന്ന് പറയപ്പെടുന്നത്. But what the celebration does is it shows the meaning and the actions of Satan behind it. നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചോന്ന് ഞാൻ ഓർക്കുന്നില്ല. 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ലേവ്യ പുസ്തകം 19:31. In Leviticus chapter 19 verse 31 we read this. അവൻ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകും. Do not turn to mediums or seek out spiritists, for you will be defiled by them. I am the Lord your God. ആമേൻ. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നതായ കാര്യം, ഡു നോട്ട് ഗോ ടു ദ മീഡിയംസ് അല്ലെങ്കിൽ മജീഷ്യൻസ്. അപ്പോൾ മന്ത്രവാദികളുടെ അടുക്കൽ പോകാൻ പാടില്ല, വെളിച്ചപ്പാടന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ പോയാൽ, അങ്ങനെ ആ പോകുന്നതായ വ്യക്തിയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് അവർ അശുദ്ധരായി തീരുമെന്നുള്ളത്. And what the word says is, do not go to mediums or magicians, because the word says when you go to them you will become unclean. കാരണം കർത്താവ് പറയുന്നത്, ഞാൻ God says, I am the Lord your God, and you shall have no other gods but me. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെതായ അവൻ മക്കളായിരിക്കുന്നതായ നാം ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സ്ഥലത്ത് മറ്റു ഒരു വ്യക്തിയെയും അവരോധിക്കുവാൻ കൊണ്ടുവയ്ക്കുവാൻ പാടില്ല എന്നുള്ളത്. So therefore, as children of God, we cannot substitute our God with anything else. അവൻ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതായി കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയും അതായത് അവൻ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കളോട് സംസാരിച്ചപ്പോഴൊക്കെയും അവർ പറയുന്നത് ഇതൊരു ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സെലിബ്രേഷൻ അല്ലേ. പിള്ളേർ അവർ ക്യാൻഡി വാങ്ങിക്കുന്നു, ക്യാൻഡി കൊടുക്കുന്നു, അവർക്കൊരു ഫണ്ണ് എന്നുള്ളതായ നിലയിൽ അതിനെ വെറും ലാഘവത്തോടുകൂടെ ലഘൂകരിക്കുന്നതായ ഒരു സംസാരം ഞാൻ പലപ്പോഴും പല വ്യക്തികളിൽ നിന്നും കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. Over the last few days, as I spoke to many redeemed children, I found many of them simplifying it and saying it is only but a celebration of the kids. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു കാര്യത്തെ വളരെ ലഘൂകരിച്ച് വളരെ സിംപ്ലിഫൈ ചെയ്ത് ഹല്ലേലൂയ അത് ഒരു കുഴപ്പവുമില്ല എന്ന് അവൻ വരുത്തി തീർക്കുന്ന ഒരു തലമുറകളുടെ അല്ലെങ്കിൽ അങ്കിൾസ് ആൻഡ് ആൻറ്റീസ്, ഇവിടെ ഉള്ള കാര്യമല്ല പറയുന്നത്, ആൻറ്റീസിൻ്റെ മധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ എനിക്ക് പറയുവാൻ തക്കവണ്ണമുള്ളത് ഹല്ലേലൂയ എതിർക്കേണ്ടതിന് അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ എതിർത്ത് തന്നെ നമ്മൾ നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കണമെന്നുള്ളത്. What we are seeing is often we are trivializing of things that matter seriously, and we must resist this. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അവർ എവിടൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയുള്ളതായ ആ തദ്ദേശവാസികളുടേതായ ഹല്ലേലൂയ അവരുടെ മതാനുസരണം അവരുടെ ജാതീയ ചിന്തകൾ ആമേൻ ക്രമേണ അവരുടെ ഉള്ളിലേക്കും കടന്നു വന്നിട്ട് ദൈവം അവർക്ക് എതിരായി പ്രവർത്തിക്കുന്നത് അത് മുഖാന്തരം
ഒരിക്കലും അവര് ദൈവത്താൽ ഹല്ലേലൂയ ശപിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അവര് അത് മുഖാന്തരമുള്ളതായ ഭവിഷ്യത്തുകൾ ഏറ്റെടുക്കുന്നതും ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. What the word teaches is, if you look at the children of Israel as they moved around, they observed the rituals and practices of the local tribes, and because of that God was against them and worked against them. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹോളോവീൻ എന്ന് പറയപ്പെടുന്നത് അതായത് ഹല്ലേലൂയ ഇതുപോലെയുള്ളതായ ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ ഹല്ലേലൂയ അന്ധകാരത്തിൻ്റെതായ ശക്തികളുമായിട്ടുള്ളതായ ഒരു ബന്ധത്തിൽ കടന്നു പോകുന്നതായ ഒരു സംഭവമാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെതായ മക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് we have nothing to do with this. നമ്മൾ ഇതുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. So Halloween represents black magic and these demonic activities, and we as children of light have nothing to do with it. ആമേൻ. നമ്മൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 8-ാം അധ്യായം ഹല്ലേലൂയ അവിടെ നമുക്ക് 9 മുതലുള്ളതായ വേദഭാഗത്ത് ശീമോൻ എന്ന് പറയപ്പെടുന്നതായ ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. So when we turn our attentions to book of Acts chapter 8 verse 9, we are introduced to Simon. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശീമോൻ എന്നൊരു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് സമരിയ ജാതിയെ ഭ്രമിപ്പിച്ച് പോന്നു. For some time a man named Simon had practiced sorcery in the city and amazed the people of Samaria. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ ഇദ്ദേഹം ദൈവത്തിൻ്റെതായ ദൈവവചനം കേട്ടു, സുവിശേഷം കേട്ടു, താനും കർത്താവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഹല്ലേലൂയ തൻ്റെ പഴയ അവസ്ഥകളെ മാറ്റിവെക്കുന്നതും നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. In the short of this para is that he is later introduced to the word of God and he becomes a child of God. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In the 13th verse we read, Simon himself believed and was baptized, and he followed Philip everywhere, astonished by the great signs and miracles he saw. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ കടന്നു വന്നതായ വ്യക്തി പലപ്പോഴും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നതായ നിലയിൽ ഹല്ലേലൂയ നേരോടുകൂടെയാണ് വന്നത് എന്നുള്ളതായ നിലയിൽ നമുക്ക് സംശയം വരുമാറുള്ളതായ കാര്യങ്ങളും നമുക്ക് അതോടൊപ്പം നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. And we can continue as we read that this person, as how he was astonished, and we wonder if he followed it. 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല അല്ലാതെ കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല എന്ന് പറയുന്നതായ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. We also see in the 21st verse, you have no part or share in this ministry because your heart is not right before God. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് അല്ല നിങ്ങൾ പറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ദൈവഭയത്തോടുകൂടെ നിൽക്കുന്നതായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. We also see this man who is God fearing and requests the prayers of the church so that he can stand against this. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെതായ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവം സർവശക്തനാണ്. What I'm saying is God is almighty. ദൈവം സർവ്വത്തിന്റെയും സൃഷ്ടിതാവാണ്. He is the creator of everything. എന്നാൽ അതിന് അപ്പുറത്ത് അതിന് മറുവശത്ത് സാത്താനും സാത്താന്റേതായ കൂട്ടരുമുണ്ട്. But on the other side is Satan and his followers. അവൻ സർവശക്തനായ ദൈവത്തെ പോലെ സാത്താന് ശക്തിയില്ല. Unlike our almighty God, Satan is not mighty. എന്നാൽ അവനും ചില കാര്യങ്ങൾ അവൻ ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ അതുപോലെ തന്നെ അവൻ ആൾക്കാരെ ഭ്രമിപ്പിക്കുവാൻ തക്കവണ്ണമൊക്കെ ഉള്ളതായ സാധ്യത അവന്റെ കയ്യിലും പൊടിക്കൈകൾ ഉണ്ട്. But he also has the tricks that can astonish people. എന്നാൽ അത് കണ്ടിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെതായ മക്കളായിരിക്കുന്നതായ നാം അതിൽ ഒരിക്കലും നമ്മൾ ഹല്ലേലൂയ അവൻ അതായത് അതിനുള്ളിലായി പോകരുത്.
and we as children of God should not be amazed by it and get attracted to it. ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെതായ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, നാം വെളിച്ചത്തിന്റെ മക്കളാണ്, നാം അന്ധകാരത്തിൻ്റെതായ മക്കളല്ല. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ആ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് അന്ധകാരത്തിന്റെ പുറകെ പോകുവാൻ തക്കവണ്ണം നമുക്ക് അവകാശമില്ല. We are not children of darkness, but we by grace have been called to be the children of the light of the God, and we shall not pursue darkness. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നമുക്ക് ഇതുമായിട്ടുള്ളതായ ഏതെങ്കിലും സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കണം. അത് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടേതായ രീതികളിലോ ഒരിക്കലും ഒന്ന് ഭവിക്കുവാൻ പാടില്ല എന്നാണ് ഒരു പാസ്റ്റർ എന്നുള്ളതായ നിലയിൽ എനിക്ക് ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കുവാനുള്ളത്. As the pastor standing in the word of God, if you have any links, teach your children and they understand it. പ്രത്യേകിച്ച് സ്കൂളില് കോളേജിലൊക്കെയും കടന്നു പോകുന്നതായ പ്രിയപ്പെട്ടവർക്ക്, കുഞ്ഞുങ്ങൾക്ക് അനേക ചലഞ്ചസ് ഇതോടുള്ള ബന്ധത്തിലുണ്ട്. And kids who go to schools and colleges are faced with numerous challenges. ഞാൻ ഇവിടുത്തേതായ സ്കൂളിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അധികം പോയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കറിയില്ല. എന്നാൽ പോയിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ പോയിട്ടുള്ളവർ, പോയിരിക്കുന്നവർ, ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് ഒത്തിരി ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടേക്കാം. I have not been to the universities, but I have learned through the experiences of those who have been, and you know the challenges. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അതായത് അത് മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുന്നതായ ബ്ലാക്ക് മാജിക്, മീഡിയംഷിപ്പ്, ചാനലിംഗ്, അതുപോലെ അനേക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെയും അത് കൊണ്ടുവന്ന് അതിനെ ഫെമിലറൈസ് ചെയ്യിപ്പിച്ച ആൾക്കാരെ വഴുതി മാറ്റുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു തലമുറയാണ് ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. Our generation are constantly introduced to these mediums and black magic and sorcery, and therefore we need to be praying for this generation. ആമേൻ, ഹല്ലേലൂയ. ഓരോ വാക്കുകളും അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവമക്കളായിരിക്കുന്നതായ നമുക്ക് ഹല്ലേലൂയ എടുത്തു പറയുവാൻ തക്കവണ്ണമുള്ളതായ ഹല്ലേലൂയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനമാണ്. And whatever they have, our response is based upon the word of God. Amen. Hallelujah. Please go to the next slide. Hallelujah. About the destructive effects of the Halloween in our culture. എന്ന് ഹല്ലേലൂയ. ഒന്നാമത് ഹല്ലേലൂയ ഇത് എടുത്തു പറയുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ ഇത് മരണത്തെയാണ് മഹത്വീകരിച്ച് കാണിക്കുന്നത്. And the fourth point is the destructive effects of Halloween, where it glorifies death and fear. ആമേൻ, ഹല്ലേലൂയ. ഇത് പലപ്പോഴും വിനാശകരമായ ഫലങ്ങൾ ഹല്ലേലൂയ എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And what it sees is that it brings forth tragic outcomes. അപ്പോൾ മരണത്തെ അല്ലെങ്കിൽ ഭയത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ തക്കവണ്ണം കഴിയും. We see it glorifying fear and death. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? But what does the word tell us? ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, In Hebrew chapter 2 verse 14 and 15, അവൻ മക്കൾ വായിച്ചോ. Amen. Amen. Since the children have flesh and blood, he too shared in their humanity, so that by his death he might destroy him who holds the power of death, that is the devil. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ജഡരക്തങ്ങളായിരിക്കുന്നതായ നമ്മെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിൽ നിന്ന് അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. What we read here is we as flesh and death who were subject to death have been delivered by him for life.
അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതായത് കഴിഞ്ഞ ദിവസം ഫ്യൂണറൽ സർവീസിൽ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയപ്പെടുന്നത് ഒരു ചേഞ്ച് ഓഫ് അഡ്രസ് എന്ന് മാത്രമേ ഉള്ളൂ. As I reminded the other day at the funeral service, for us, death is but a change of address. എർത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ളതായ അഡ്രസ് എന്ന് മാറിയിട്ട് സ്വർഗത്തിലെ അഡ്രസ് എന്ന് പറഞ്ഞാൽ നാം കർത്താവിനോട് കൂടെ ചേരുന്നതാണ്, കർത്താവിനോടൊപ്പം ആകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയപ്പെടുന്നത് ഭയത്തിന്റെ ഒരു അവസ്ഥയല്ല. As a believer, death is not a fearful thing. We change our earthly address to a heavenly address. അപ്പോൾ ദൈവവചനം പറയുന്നത് വിശ്വാസികളെ അതായത് ജീവപര്യന്തം മരണ ഭീതിയിൽ നിന്ന് വിടുവിച്ചതാണ് നമ്മുടെ കർത്താവ്. Our God delivered us from a lifelong fear of death. അതുകൊണ്ട് നമുക്ക് മരണം എന്ന് പറയപ്പെടുന്നത് ഭയപ്പെടുന്ന ഒരു അവസ്ഥയല്ല. നാം കർത്താവിനോടുകൂടെ അടുത്ത് വസിക്കുന്നതായ ഒരു കാര്യമാണ് മരണത്തിലൂടെ നടക്കുന്നത്. So therefore death is not something we fear, but when we will walk closely with God. അതുകൊണ്ട് ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് മരണഭീതി അവസ്ഥയിൽ അതിന് അധീനതയിലായിരുന്ന അടിമകളായിരുന്നതായി നമ്മെ ക്രിസ്തുവിൻ്റെതായ ക്രൂശമരണത്താൽ മരണ അടക്ക ഉയർപ്പിനാൽ നാം ജയാളികളാണ്. നമ്മുടെ കർത്താവ് ജയിച്ചതുപോലെ നാമും ഒരു ദിവസം ഈ മരണത്തെ ജയിക്കുന്നവരാണ്. We who were subject and slaves to the fear of death have been delivered by his death and his resurrection, and just as he rose over death and became victorious, one day we too will become victorious. രണ്ടാമത് ഈ കൂട്ടര് ചെയ്യുന്നതായി മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ it normalizes violence and evil. അക്രമത്തെയും തിന്മയെയും ഒക്കെയും സാധാരണഗതിയിലെ സാധാരണ സംഭവം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. The second point we see is how it normalizes violence and evil. ദൈവജനമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം വയലൻസ് അല്ലെങ്കിൽ ഈവോ ദൈവത്തിന് അനിഷ്ടമായ സംഭവങ്ങളാണ് ഇവയൊക്കെയും. What we recognize is that God does not like this violence and evil. അല്ലെങ്കിൽ ഇന്ന് നാം ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ പരമ്പരകളിലൂടെ അല്ലെങ്കിൽ മൂവീസിലൂടെ ഒക്കെയും ഹോളോവിന് അങ്ങനെയുള്ളതായ ഡെത്ത് അതുപോലെ അതായത് വയലൻസ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് അതിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. Where you see the mainstream entertainment promoting it, we see that the word of God stands against it. സദൃശവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. When we turn to Proverbs, we read this. 6-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇതാണ്. Chapter 6 verse 17. അപ്പോൾ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ അവിടെ വയലൻസിന് എതിരായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. We read hands that shed innocent blood, where the word talks against violence. ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെയൊക്കെ നിന്ന് ധാരാളമായിട്ട് സംസാരിക്കുവാൻ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഞാൻ അതിന് കൂടുതലായി സമയമെടുക്കുന്നില്ല. Although there is much to be spoken about it, I don't want to spend time on it. ദൈവജനമേ ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായി ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ നാം ദൈവമക്കളെന്നുള്ളതായ നിലയിൽ ഹല്ലേലൂയ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. But the word reminds us that as children of God we must stay away from this. ആമേൻ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഇത് അക്രമത്തെയും തിന്മയെയും സാധാരണമാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. What we see is how it normalizes evil and violence. ആമേൻ. ഇന്ന് പൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവമക്കൾ എന്നുള്ളതായ നിലയിൽ നമുക്ക് ഈ ലോകവുമായി ലോകത്തിൻ്റെതായ ഗതിയുമായി ഇടപഴകുവാൻ ഒരു പരിമിതി ഉണ്ടായിരിക്കണം. We as children of God have limitations as to how we engage with this world. ആമേൻ. ഹല്ലേലൂയ. നാം എപ്പോഴും ചിന്തിക്കാറുണ്ട്
പറയാറുള്ളത് പോലെ അത് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല, പ്രേയറിന് കടന്നു വരുമ്പോൾ മാത്രമല്ല, ആ ചിന്ത എനിക്കും നമുക്കും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കും ഉണ്ടായിരിക്കേണ്ടത് ആ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. As we often say, not just when we come to church or when we come to pray, that thought should always rule over us. അല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് ഞാൻ കടന്നു വരട്ടെ. Let me move to the next point. ആമേൻ. എന്തായിരിക്കണം നമ്മുടേതായ ചിന്ത? What should therefore then be our thought? That Christians' response be separate and shine as a light. Hallelujah. ക്രിസ്തീയ പ്രതികരണം എന്തെന്ന് ചോദിച്ചാൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് ഉണ്ടായിരിക്കണം. We as Christians must be separate and we must shine as light. ആമേൻ. നാം വെളിച്ചം, ആമേൻ, നമ്മെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നാം വെളിച്ചം, ഈ ലോകത്തിന്റെ വെളിച്ചമായി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. Jesus has selected us to be the light of this world. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ ഒളിച്ചിരിക്കുവാൻ, പാത്തിരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചത്തെ മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം നമുക്ക് ഹല്ലേലൂയ അനുവാദമില്ല. We do not have permission to hide the light. അപ്പോൾ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we turn to 2 Corinthians, 6:17 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. in chapter 6 verse 17 we read this. ആമേൻ. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് പിരിഞ്ഞിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. And it says, depart from them and stay away from them. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? What does it mean? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? Where are we living? ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in this world. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമില്ലാത്തതായ സംഗതികൾ ഒക്കെയും നടമാടുന്ന ഒരു ലോകത്തിൽ, A world which things that we do not like happen. ആമേൻ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ നിത്യതയുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമില്ല. When we compare this life to the eternity, this is nothing. ആമേൻ. ഹല്ലേലൂയ. 80 വയസ്സോ അല്ലെങ്കിൽ 100 വയസ്സോ എന്നുള്ള പറയുന്നത് നിത്യതയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ മുമ്പിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ വചനം, ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ അവരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു വേർപാട് നിങ്ങൾ പാലിക്കണം. When we compare our life 70, 80, 100 to eternity, it means nothing. That's why the word says, even though you are among them, you must be separate from them. കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത്, അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ. കർത്താവ് അരുളി ചെയ്യുന്നത് അശുദ്ധമായത് ഒന്നും തുടരുത്. Therefore come out from them and be separate, says the Lord. Touch no unclean thing. നമ്മൾ പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I hope you understand what I'm saying. ആമേൻ. ദൈവവചനം, ഹല്ലേലൂയ, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായി നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നാം വിശുദ്ധി പാലിക്കണമെന്നുള്ളതാണ്. As children who have been called, He expects us to maintain the sanctity. നമ്മുടെ അവൻ വാക്കുകളിൽ വിശുദ്ധി പാലിക്കണം. A holiness in our words. നമ്മുടെ പ്രവൃത്തിയിൽ വിശുദ്ധി പാലിക്കണം. A holiness in our behavior. നമ്മുടെ നടത്തങ്ങളിൽ നമ്മൾ വിശുദ്ധി പാലിക്കണം. Holiness in our walk. അതായത് ഒന്ന് ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടെ ഒന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം നോക്കുമ്പോൾ അതെ, ഈ മകൻ, ഈ മകൾ ഹല്ലേലൂയ വിശുദ്ധി പാലിക്കുന്ന മകനും മകളും എന്ന് പറയത്തക്ക വിധത്തിൽ ആയിരിക്കണം നമ്മുടെ ജീവിതം. And when it means overall, when God looks at us, He should know, here is my child who is in holiness. അപ്പോൾ അശുദ്ധമായത് ഒന്നും ഹല്ലേലൂയ തൊടാതെ വണ്ണം ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ജീവിതത്തെ പാലിക്കണം. We must be careful therefore not to touch any unclean thing. എന്നെ കേൾക്കുന്നതായി ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഹല്ലേലൂയ അശുദ്ധി നടക്കാമെന്ന അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് പോകാമെന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. പക്ഷേങ്കിൽ ഹല്ലേലൂയ അത് കഴുകിക്കളയുവാനായിട്ടുള്ളതായ
ഒരു സാവകാശം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. We know that we live in a world where it's easy to get into the unclean, but God has made provisions for us to be washed of it. നമുക്ക് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ അശുദ്ധനാണ്, ഞാൻ പാപിയാണ്, എനിക്കിനി ഒരു നല്ല ജീവിതം നടത്തുവാൻ തക്കവണ്ണം കഴിയില്ല എന്ന് ആരും ചിന്തിക്കരുത്. Let no one think I am sinful, unclean, there is no getting back for me. ഞാൻ ഉദാഹരണം പറയാൻ, 2 വയസ്സുള്ളതായ ഒരു കുഞ്ഞിനെ നമ്മൾ കുളിപ്പിച്ചിട്ട് നിർത്തിയിട്ടെന്ന് അത് നിർത്തുക എന്ന് ചിന്തിക്കുക. Imagine giving birth to a 2-year-old. നാട്ടിലെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിക്കുക. Think about it in the context from Kerala. 2 വയസ്സുള്ളതായ കുഞ്ഞിനെ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി നല്ല സോപ്പിട്ട് നല്ല കഴുകി അത് കഴുകിക്കഴിഞ്ഞ് തോർത്തിക്കഴിഞ്ഞ് ക്രീമും അതുപോലെ തന്നെ അത് ആവശ്യമായിരിക്കുന്നതായ കൊളോണോ ഇതൊക്കെ അടിച്ച് പെർഫ്യൂമൊക്കെ അടിച്ച് പൈതലിനെ നിർത്തിയെന്ന് വിചാരിക്കുക. Now imagine washing and scrubbing and swabbing and putting some colognes on this baby. എന്നാൽ അത് മാതാപിതാക്കളുടേതായ കണ്ണ് വെട്ടിച്ച് ഇത് പുറത്തോട്ട് ഇറങ്ങി. Imagine if the baby gives a slip to the parents. അവൻ നല്ല മഴയുള്ളതായ സമയമാണിത്. Think of it as a rainy day. അവൻ പുറത്ത് നല്ല ചളി ഉണ്ട് എന്നറിഞ്ഞ ചെളി അത് മഴ നിറഞ്ഞ് അത് ചെളി കൊണ്ട് നിറയപ്പെട്ടതായ ഒരു കുണ്ടിലേക്ക് ഇത് വീണെന്നിരിക്കട്ടെ. Imagine the baby fell into a slush pond. അവിടെ വീണ് കഴിഞ്ഞപ്പോൾ അത് കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. And the baby starts wailing. മാതാപിതാക്കൾ കരച്ചിൽ കേട്ട് വെളിയിൽ വന്നു. The parents hear the cry and come out. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുമോ, കുഞ്ഞെ ഞാൻ നിന്നെ കുളിപ്പിച്ചതാണ്, നിനക്ക് കൊളോണൊക്കെ ഞാൻ അടിച്ചു തന്നതാണ്, നീ അവിടെ കടക്കെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഒരു മാതാപിതാക്കളും മാനസികമായ നിലയിൽ ഒരു കുഞ്ഞുങ്ങളെ അങ്ങനെ ചെയ്യല്ല. No normal parent will now look at the child and say, hey, I gave you a bath and cleaned you, now you lay there. അവൻ വീട് കഴിഞ്ഞപ്പോൾ കരഞ്ഞു എന്നുള്ളതാണ് അവിടുത്തേതായ പ്രതികരണം. The response is as the baby fell, it cried. അവൻ ജീവിതതായ നമ്മുടെ ജീവിത വസ്ത്രത്തിൽ ഹല്ലേലൂയ അവൻ നമ്മുടെ അതായത് കറകൾ വന്നു കഴിയുമ്പോൾ, imagine our life being stained. അവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവ് എന്നുള്ളതായ നിലയിൽ കരഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചൻ ഹല്ലേലൂയ ലോകത്തിലെ മാതാപിതാക്കളെക്കാൾ കരുണയുള്ളവനാണ്. Our Father in heaven is more compassionate than any human. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തമാണ്. It is the blood of Jesus that cleanses from all sins. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായാലും, No matter how red your sin is, അത് രക്താംബരം പോലെ ആയിരുന്നാലും, even red as scarlet, അവൻ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, അവൻ വെള്ള വസ്ത്രം പോലെ അതിനെ ഹല്ലേലൂയ അവൻ വെണ്മയാക്കി മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന്റെ രക്തത്തിന് കഴിയും. but his blood is possible to convert you and make you white as snow. ദൈവജനമേ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരായി നടക്കണമെന്നുള്ളതാണ്. God expects that you and I will walk in holiness. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനത് ഓർപ്പിക്കുകയുണ്ടായി. Even last Friday we meditated Romans chapter 12. 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും അവൻ പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് ഹല്ലേലൂയ നമ്മൾ ഓരോ ദിവസവും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. Do not conform to the pattern of this world, but be transformed by the renewing of your mind and do and approve God's good, pleasing and perfect will. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഒരു മനസ്സ് ഒരു പുതുക്കം ഉണ്ടാകണം. Our minds must be renewed each day. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വന്നാൽ, കുറവുകൾ വന്നാൽ, ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു എന്ന് കരയുന്നുവെങ്കിൽ, ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ, ദൈവമായ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. If you have shortcomings in your life, if you go and ask him and cry to him, he will purify you. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വചനം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. I also want to remind you another word of God. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. 1 Peter chapter 1 verse 15. അവിടെ എന്താണ് പറയുന്നത്?
നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. But just as he who called you is holy, so be holy in all you do. അപ്പോൾ എന്താണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്? What is Christ meaning here? ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുക. He has called you. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധൻ ആരാണ് വിളിച്ചിരിക്കുന്നത്? Who has വിശുദ്ധനായ called you? ദൈവം. A holy God. അതുകൊണ്ട് അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ തുറകളിലും, As I reminded you, as obedient children in all the walks of your life. അത് സൺഡേ തൊട്ട് തുടങ്ങിയാൽ അടുത്ത സൺഡേ വരെ, From this Sunday till next Sunday. സൺഡേ സർവീസിൽ മാത്രമല്ല ഇവിടെ കാര്യം പറയുന്നത്. Not just in the worship. ജീവിതത്തിന്റെ എല്ലാ നടപ്പെന്ന് പറഞ്ഞാൽ ജോലിയിൽ. When it says all walks of life, it means your job. ഡ്രൈവ് ചെയ്യുമ്പോൾ, When you're driving. ജോലി അതായത് മറ്റേതെങ്കിലും മാർക്കറ്റിലോ ഷോപ്പിങ്ങിലോ കടന്നു പോകുമ്പോൾ, When you are in the market or in shopping. ഇന്ററാക്ഷൻ നമ്മുടെ സഹോദരങ്ങളുമായി അല്ലെങ്കിൽ ഫ്രണ്ട്സുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ, When your interaction with your friends or brothers. ഈ സമയത്തെല്ലാം നമ്മുടെ നടപ്പിൽ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്നുള്ളത്. Even at that time we must maintain holiness. കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നോക്കിക്കേ, ഹല്ലേലൂയ, ഇതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The next verse it says, be holy because I am holy, and this is what God expects. ആമേൻ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ നാം എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരേ അല്ല. As we read in 1 Thessalonians 5:5, you're all children of the light and children of the day. We do not belong to the night or to the darkness. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്. In Matthew chapter 5 verse 16 we read this. അതുകൊണ്ട് അവിടെ അങ്ങനെ വായിക്കുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. In the same way let your light shine before men, that they may see your good deeds and praise your Father in heaven. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവജനമേ, You who are listening to the word of God this morning. ഹല്ലേലൂയ, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഈ തിന്മ കൊണ്ട് നിറയപ്പെട്ടതായ ലോകത്തിൽ ആമേൻ അവരോടൊപ്പം തിന്മ ചെയ്യുക എന്നുള്ളതല്ല. ആമേൻ. ആ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. As children of God, God expects you, even though you live in this evil world, you do not do evil with evil, but you overcome evil with your good deeds. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ കുഞ്ഞുങ്ങൾക്കും നമ്മുടേതായ തലമുറകൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു കാര്യം, നാം വെളിച്ചത്തിന്റെ മക്കളാണ്, ഇരുളിന്റെ മക്കളല്ല. നാം ദൈവത്തെ അനുകരിക്കേണ്ടവരാണ്, ഇരുളിനെ അനുകരിക്കേണ്ടവരല്ല എന്നുള്ളതാണ്. This is what therefore we must teach our children. We are children of light, not of darkness. We should not pursue darkness but pursue light. ആമേൻ. നാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ലോകം നമ്മെ നോക്കിക്കൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തെന്ന് വന്നേക്കാം. When we live like this, the world will look at us and may criticize. ആമേൻ. അവർ ചിലപ്പോൾ പരിഹസിച്ചെന്ന് വന്നേക്കാം. They may even tease you. ഹല്ലേലൂയ. ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിങ്ങളെ കൂട്ടിയില്ല എന്ന് വന്നേക്കാം. Maybe they do not keep you as part of their group. ആമേൻ. ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ ആമേൻ, നിങ്ങൾ ചെയ്യുന്നതായ സാക്രിഫൈസ്, നിങ്ങൾ ചെയ്യുന്നതായ ഹല്ലേലൂയ ആ സംഗതിയെ ദൈവം ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. ദൈവത്തിന് വേണ്ടി നിന്നാൽ അത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And if you make any sacrifices, it is not in vain. He will reward you for it. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെതായ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് പൽക്കാലം. Let's continue to worship our God through the English songs. Praise the Lord.